Hi everyone, this is Binse from Evika. അങ്ങനെ നമ്മുടെ iOS 18.5ന്റെ ബീറ്റ 2 ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 582.2 MB എൻ്റെ ഐഫോൺ 11ൽ വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും 1 GB അടിയിലായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉള്ളത്. അതോടൊപ്പം തന്നെ ആപ്പിൾ കുറേയധികം പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ബേറ്റ ആയിട്ട് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും iPadOS, WatchOS, macOS എന്നീ പറഞ്ഞ പുതിയ എല്ലാ സോഫ്റ്റ്വെയർസും ആപ്പിൾ ബേറ്റ ആയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ ബേറ്റ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ എന്തായാലും ബേറ്റ പ്രൊഫൈൽ എന്ന ഓപ്ഷൻ നിങ്ങളുടെ ഡിവൈസിൽ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമാണ് ബേറ്റാസ് ലഭിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒഫീഷ്യൽ അപ്ഡേഷൻ മാത്രമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം. തുടക്കം നമ്മൾ ബിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിന് സെറ്റിംഗ്സിലേക്ക് പോവാം. ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ്വെയർ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18.5 22F 5053F എന്ന്. ഈ പറയുന്ന എഫ് എന്ന ആൽഫബെറ്റർ എന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഒഫീഷ്യൽ അപ്ഡേഷന്റെ അടുത്തെത്തി എന്ന് പറയാൻ പറ്റുന്നത്. സോ ഒഫീഷ്യൽ അപ്ഡേഷൻ എന്നായിരിക്കും എന്നൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ എന്തായാലും പറയുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് കുറെ മാറ്റങ്ങളെ അപേക്ഷിച്ച് ആപ്പിൾ ബഗ് ഫിക്സസും അതോടൊപ്പം iOS 18.5 ബേറ്റ 1ൽ കൊണ്ടുവന്ന കുറച്ച് ഫീച്ചേഴ്സും ആപ്പിൾ ഈ ഒരു അപ്ഡേഷന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമുക്ക് ഫോട്ടോസ് ആപ്പിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫോട്ടോസ് ആപ്പിൽ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഇവിടെ ചെല്ലുമ്പോഴത്തേക്കും റീസെൻ്റ്ലി ഡിലീറ്റഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ iOS 18.5 ബേറ്റ 1ൽ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ആപ്പിൾ താഴത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓപ്ഷൻ ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ എടുത്തു മാറ്റുന്നുണ്ട്. സോ ഈ ഒരു ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് ആപ്പിൾ എടുത്തു മാറ്റുന്നത് ആർക്കും അറിയില്ല. iOS 18.4ലും ആപ്പിൾ എടുത്തു മാറ്റി. ഈ ഒരു വട്ടവും iOS 18.5ന്റെ ബേറ്റയിൽ വന്നപ്പോഴും ആപ്പിൾ അത് ബേറ്റ 1ൽ കൊണ്ടുവന്നു. ബേറ്റ 2ൽ ആപ്പിൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. സോ ആ ഒരു റിമൂവേഷൻ എന്താണ്, ചിലപ്പോൾ ബഗ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഒപ്റ്റിമൈസേഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കാം ആ ഒരു ഓപ്ഷൻ എടുത്തു മാറ്റുന്നത്. എന്താണെന്ന് നമുക്ക് ആർക്കും ഇപ്പോഴും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ ഇല്ല. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ മെയിൽ ആപ്ലിക്കേഷനിലാണ്. മെയിൽ ആപ്ലിക്കേഷനിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ചധികം മാറ്റങ്ങൾ, അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷനിൽ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഓൾ മെയിലിൻ്റെ ഒരു ചെറിയ പ്ലാറ്റർ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഓൾ മെയിൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. നേരത്തെ നമുക്ക് ഈ പറയുന്ന 4 ഓപ്ഷൻസ് മാത്രമായിരുന്നു ഈ ഒരു സിംഗിൾ ലേ ഔട്ടിൽ കാണിച്ചുകൊണ്ടെന്ന് വെച്ചാൽ, അങ്ങനത്തെ ഒരു സിംഗിൾ ലേ ഔട്ടിൽ കാണിക്കുമ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഓൾ മെയിൽ എന്ന ഓപ്ഷൻ ഇവിടെ ഹിഡൻ ആയിട്ടിരിക്കുന്നത് അറിയില്ലായിരുന്നു. ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പം പ്രൈമറി എന്ന ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഓൾ മെയിലിലേക്കും കൂടെ ഇപ്പോൾ നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ചെറിയ മാറ്റം ആപ്പിൾ മെയിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത് വന്നിരിക്കുന്നത് ഈ ഒരു അപ്ഡേഷൻ്റെ ബഗ് ഫിക്സ് ആണ്. നേരെ സെറ്റിംഗ്സ് എടുക്കാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് ജനറൽ എന്ന ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ ആപ്പിൾ കെയർ ആൻഡ് വാറണ്ടി എന്ന ഓപ്ഷൻ നമുക്ക് iOS 18.5ന്റെ ആ ഒരു ബേറ്റിൽ വന്നായിരുന്നു. പക്ഷെ അത് ഫുള്ളി ബഗ് ആയിരുന്നു. ഈ ഒരു അപ്ഡേഷൻ എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു അപ്ഡേഷനും ഡീറ്റെയിൽസും നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ആപ്പിൾ കെയർ ആൻഡ് വാറണ്ടിയിൽ എല്ലാ ഡിവൈസും അതിൻ്റെ ബാക്കി ഉണ്ടാവുന്ന എക്സ്പയറി ഡേറ്റും എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനും ഇവിടെ കറക്റ്റായിട്ട് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതേപോലത്തെ ഒരു ഓപ്ഷൻ ആപ്പിൾ iOS 18.5ന്റെ ഈ ഒരു ബേറ്റ 2ൽ ആപ്പിൾ കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന ബഗ് ഫിക്സ് കൺട്രോൾ സെന്ററിലാണ്. കുറേയധികം കൂട്ടുകാർക്ക് ഈ ഒരു കൺട്രോൾ സെന്റർ എടുത്ത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആക്സസ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല എന്നൊരു ബഗ് ആപ്പിൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ബഗ് ഫിക്സും ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഓരോ ഓപ്ഷൻസ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല, ആ ഒരു ഫീഡ്ബാക്ക് ലഭിക്കുന്നില്ല എന്ന് കുറേ പേര് റിപ്പോർട്ട് ചെയ്തായിരുന്നു. ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബഗ് ആപ്പിൾ ഇതിൽ റിസോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൺട്രോൾ സെൻറ്ററിൽ ഇനി മുതൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് ആക്സസ് ചെയ്യുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഇനി മുതൽ ലഭിക്കുന്നതാണ്. അടുത്തത് ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേഷൻ എന്നാണ് ഇനി റിലീസ് ആവുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ വട്ടം iOS 18.5ന്റെ ബേറ്റ 1 റിലീസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരു 2 വീക്ക് അല്ലെങ്കിൽ 1 വീക്ക് ഗ്യാപ്പ് ഇട്ടായിരിക്കും ആപ്പിൾ ബേറ്റ 2 റിലീസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ 1 വീക്ക് ഗ്യാപ്പ് ഇട്ടാണ് നമുക്ക് ബേറ്റ 2 വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ വീക്കിൽ സൈക്കിൾ നമുക്ക് ഈ പറഞ്ഞ അപ്ഡേഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്കിലും നമുക്ക് ഈ പറയുന്ന iOS 18.5ന്റെ പുതിയ ബേറ്റ ലഭിക്കും. അതിനുശേഷം ലാസ്റ്റ് വീക്കിലും നമുക്കൊരു ബേറ്റ 4 ലഭിക്കും. ആൻഡ് മെയിലായിരിക്കും നമുക്ക് ഒഫീഷ്യൽ അപ്ഡേഷൻ ലഭിക്കാനുള്ള ചാൻസ്. മിക്കവാറും അതൊരു 5 or 12 എന്നീ പറയുന്ന ഡേറ്റിൻ്റെ
കാറ്റഗറിയിലായിരിക്കും ആപ്പിൾ iOS 18.5 എന്ന് പറഞ്ഞ പുതിയ അപ്ഡേഷൻ ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. മെയ് കഴിഞ്ഞ് ജൂൺ ആകുമ്പോഴത്തേക്കും നമുക്ക് iOS 19 ഫസ്റ്റ് ലുക്ക് ആയിട്ടുള്ള WWDC 2025 നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനെയാണ് ആപ്പിൾ ഈ വരുന്ന അപ്ഡേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ പറഞ്ഞ അപ്ഡേഷനിൽ നമുക്ക് iOS 18.5 അതോടൊപ്പം ബാക്കി കുറച്ച് ഫീച്ചേഴ്സിൻ്റെ അപ്ഡേഷനാണ് ലഭിക്കുന്നത്. വലിയ മാറ്റങ്ങൾ ഈ ഒരു അപ്ഡേഷൻ നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഇല്ല. സോ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ കുറേയധികം കാര്യം മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇതേപോലുള്ള ആപ്പിൾ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ ഹോൾ വീഡിയോ. ദിസ് ഇസ് Seviya signing from Evika.